മുഖ്യമന്ത്രി എത്തിയ ശേഷം എന്തെങ്കിലും ഔദ്യോഗിക വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? നിലവിൽ ഔദ്യോഗികമായി യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ എന്നുള്ളത് വിലയിരുത്തുന്നുണ്ട്. പക്ഷെ കനത്ത മഴ, അതായത് ഇപ്പൊ ഈ അടുത്ത് കുറച്ചു സമയത്തേക്ക് ഇല്ലാതിരുന്ന പോലുള്ള കനത്ത മഴയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അല്പസമയം രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം നടക്കുമ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ മണ്ണ് മാറ്റുന്ന ജോലികൾ നടക്കുന്നത് കാണാനില്ല. ഏതായാലും കനത്ത മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക്. ശ്രീധരൻ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന ഒരു ഭാഗത്ത് വലിയ വിശാലമായ പുഴയാണ്, മറുഭാഗത്താണ് ഈ റോഡുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാകെ ഇടിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാം. ഇത് എത്ര ദൂരമുണ്ട്? ഇങ്ങനെ മണ്ണിടിച്ചിൽ സംഭവിച്ചത് എത്ര ദൂരത്താണ്? ഈ ആകാശ ദൃശ്യമായതുകൊണ്ട് അതിൻ്റെ ദൂരം പെട്ടെന്ന് ആ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നില്ല. എത്ര ദൂരമാണത്? ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലെങ്കിലും ഈ കുന്ന് ഇടിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഒരു ഔദ്യോഗിക കണക്കുകൂട്ടൽ വരുന്നത്. ഏതായാലും ആ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഇടതുഭാഗത്തേക്ക് കുറച്ചു ദൂരം കൂടി ഉള്ളിലേക്കുണ്ട്. ആ ദേശീയപാത ശരിക്കും പോകുന്നത്, പുതിയ ദേശീയപാത പോകുന്ന അതുവഴിയാണ്. ഏതായാലും ആ ഭാഗത്ത് കാര്യമായിട്ട് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ ഏതാണ്ട് കശ്മീർ ഒരു കിലോമീറ്ററിന് അടുത്ത് ദൂരത്ത് ഇങ്ങനെ കുന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ട്. വിവിധ മേഖലകളിലായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് കാര്യമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കാര്യമായിട്ട് അതിനുള്ളിൽ നിന്ന് കുറെ നീരുറവകളൊക്കെ വരുന്നുണ്ട്. അതുതന്നെ ഇപ്പോൾ മഴ വീണ്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴ വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് രതീഷ്. ഏതായാലും ഇതിനോടൊപ്പം തന്നെ വലിയ തോതിൽ ചെളി കുഴഞ്ഞ മണ്ണ് ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഏതായാലും ശക്തമായ മഴയാണ് അവിടെ പെയ്യുന്നത്. അപകടകരമായ സാഹചര്യം സ്വാഭാവികമായി ഒരു അപകട മേഖല എന്ന നിലയിൽ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്.